വചനം തിരുവചനം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ, സന്നിഗ്ധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ആത്മീയ മേഖലകളിൽ കുറച്ചുകൂടി ഉന്നതി പ്രാപിക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ വചനഭാഗം യാക്കോബ് 4-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ആത്മീയ മേഖലയിൽ ചാടിക്കയറുവാൻ 5 വഴികൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം 6 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അപ്പോൾ കൃപാവരം ചൊരിയുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കൃപ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കൃപ താഴേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത വചനമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ചൊരിയപ്പെടുക അല്ലെങ്കിൽ ഒഴിക്കപ്പെടുക അല്ലെങ്കിൽ താഴേക്ക് ഒഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് താഴേക്കുള്ളതാണ്, ഒഴുകപ്പെടുന്ന അവസ്ഥയിലേക്കാണ്, താഴേക്ക് വീഴുന്ന ഒരവസ്ഥ. അഹങ്കാരമുള്ള വ്യക്തികൾ ഒരിക്കലും താഴ്ന്നു നിൽക്കില്ല, അവരെപ്പോഴും ഉയർന്നു നിൽക്കും. അപ്പോൾ താഴേക്ക് വരുന്ന കൃപ താഴെയുള്ളവർക്ക് കിട്ടൂ, ഉയരമുള്ളവർക്ക് കിട്ടില്ല. അപ്പോൾ ഈ വചനം പറയുകയാണ്, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ എളിമയ്ക്ക് വേണ്ടിയാണോ കൃപയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്? കൃപ ചൊരിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് എളിമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എളിമപ്പെടാനുള്ള അവസരങ്ങൾ സ്വർഗം തരുമ്പോൾ കൃപയുണ്ടെങ്കിൽ നീ എളിമപ്പെടുക തന്നെ ചെയ്യും. താഴ്ന്നു നിന്ന് കൊടുക്കാൻ നിനക്ക് പറ്റും. ഒന്ന് പറഞ്ഞ് രണ്ടിന് തിരിച്ചു പറയാതെ നിശബ്ദമാകാൻ, നിശബ്ദതയോടെ വ്യാപരിക്കാൻ, പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റണമെങ്കിൽ എനിക്ക് കൃപ വേണം. കാരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എളിമപ്പെടാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ആ എളിമ എത്രമാത്രം പരിശീലിക്കാൻ എനിക്ക് പറ്റുന്നുവെന്നത് കൃപയുടെ ആഴം എന്ന് നിൽക്കുന്നതനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വചനം പറയുകയാണ്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൃപ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എളിമ അഭ്യസിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ എളിമ വളരാൻ തുടങ്ങി. അപ്പോൾ എളിമ വളരും തോറും കൃപ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് എളിമയും കൃപയും എന്ന് വചനം പറയുന്നു. ഇനി അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയുള്ളവരായി മാറാൻ കർത്താവിൻ്റെ കൃപയുടെ മണ്ണിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ എളിമ വളരുന്നത്. അപ്പോൾ കൃപ താഴേക്ക് വരികയാണ്. ആ കൃപയുടെ മേഖല താഴെ പോയി നിൽക്കാൻ എനിക്ക് നിങ്ങൾക്കും പറയാം, അതിൻ്റെ അടിയിൽ പോയി നിന്ന് കൊടുക്കണം. അപ്പോൾ അടുത്ത വചനം, ആകയാൽ ദൈവത്തിന് വിധേയരാകുവൻ, ഒരു കമാൻഡാണ്. അപ്പോൾ ഈ കൃപ കിട്ടണമെങ്കിൽ ദൈവത്തിന് വിധേയരായിരിക്കണം. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് നമ്മുടെ മാനേജറുടെ മുമ്പിൽ വിധേയപ്പെട്ടേ പറ്റൂ. നമുക്ക് എളുപ്പമാണ്, നമ്മൾ വിധേയപ്പെട്ട് നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ദൈവത്തിന് വിധേയരാവുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ്. കർത്താവിൻ്റെ മുമ്പിൽ എത്രമാത്രം വിധേയപ്പെടണമെന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം. കർത്താവ് ഒരിക്കലും എന്നെ നിർബന്ധിക്കില്ല, നീ ഇന്നത് ചെയ്യണമെന്ന് ഈശോ പറയില്ല. ദൈവം ഒരിക്കലും എന്നോട് ആജ്ഞാപിക്കില്ല.
ദൈവത്തിന് വിധേയരാവുക എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ദൈവത്തിന് വിധേയരാകും. അത് സ്വർഗം ആഗ്രഹിക്കണം, കമാൻഡാണ്. നിനക്ക് കൃപ വേണോ, നിനക്ക് എളിമ വേണോ, നീ ദൈവത്തിന് വിധേയരാവുക. എന്നിട്ട് അടുത്ത വചനം, പിശാചിനെ ചെറുത്ത് നിൽക്കുക. ചെറുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫൈറ്റ്, തിരിച്ചടിക്കുക. കാരണം അവൻ എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയപ്പെട്ട് അല്ലെങ്കിൽ കർത്താവെ വേറൊരു ആശ്രയം എനിക്കില്ല എന്ന് പറയുന്ന ആളുകൾ കർത്താവിൻ്റെ തണലിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കും. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ തിന്മ അവനെ വേട്ടയാടാൻ വന്നാലും അപ്പോൾ തന്നെ തിരിച്ചടിക്കുന്നത് ഞാനല്ല, ഞാൻ അവൻ്റെ കരങ്ങളുടെ കീഴിലാണ്. എന്നോടൊപ്പമുള്ള സൈന്യവ്യൂഹങ്ങളും പരിശുദ്ധ അമ്മയും വിശുദ്ധരും ഒക്കെ തിരിച്ചടിച്ചോളും. ഞാൻ പക്ഷെ ഇവിടെ വിധേയപ്പെട്ട് നിൽക്കണം. അവൻ്റെ ചിറകിൻ്റെ കീഴിലിരുന്നാൽ ഒരനർത്ഥങ്ങളും എന്നെ തൊടുകയില്ല. അതാണ് സക്രിയ 9:8 വചനം പറയും, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ അവനും അവൻ്റെ ഭവനത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേലി എൻ്റെ ഭവനത്തിന് ചുറ്റും എൻ്റെ ജീവിതത്തിന് ചുറ്റുമുണ്ട്. പിന്നെ ആര് വന്നാലും ഞാനുള്ളിൽ സുരക്ഷിതയാണ്. ഭയപ്പെടേണ്ട കാര്യമില്ല, തിരിച്ചടിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വചനമാണ് പിശാചിനെ ചെറുത്ത് നിൽക്കുക. ഇനി ഒരു വാഗ്ദാനം പറയും, വചനം പറഞ്ഞു വിധേയരാകണം, പിശാചിനെ ചെറുത്ത് നിൽക്കുക. അടുത്ത വാഗ്ദാനം ഇതാണ്, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. പിന്നെ അവൻ എൻ്റെ അടുത്തേക്ക് വരില്ല, അവൻ ഓടിപ്പൊയ്ക്കൊള്ളു. ഓടിച്ചു വിടാൻ പറഞ്ഞില്ല. ചെറുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ആഴപ്പെട്ട അർത്ഥം ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ നിൽക്കുക എന്നതാണ്. അപ്പോൾ പിശാച് ദൈവത്തിൻ്റെ കാണുമ്പോൾ, അവൻ്റെ ശക്തി കാണുമ്പോൾ ഓടി അകന്നുകൊള്ളും. അടുത്ത വചനം, അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്താൽ, ഇനി ആത്മീയ മേഖല ഇങ്ങനെ യുദ്ധം ചെയ്യാമെന്ന് കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. കൂടെ ഇരുന്ന് കഴിയുമ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ്, ഇത് പോരാ, അവൻ്റെ കീഴിൽ ഇരുന്നാൽ പോരാ, കുറച്ചുകൂടെ ചേർന്നിരിക്കണം. അതാണ് അടുത്ത വചനം, 8-ാം വചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതായത് അടുത്തിരിക്കുക. വലിച്ചടിപ്പിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അമ്മ ത്രേസ്യയുടെ ജീവിതം മുഴുവൻ സഹനമായിരുന്നു, മൊത്തം സഹനം. എത്ര സഹനം കിട്ടിയാലും വീണ്ടും കർത്താവിന് വേണ്ടി അവൾ ഓടും. വീണ്ടും കർത്താവിന് വേണ്ടി മഠങ്ങൾ സ്ഥാപിക്കാൻ ആരൊക്കെ എതിർത്താലും വിമർശിച്ചാലും വേദനിപ്പിച്ചാലും എല്ലാം മറന്ന് യാത്ര ചെയ്യാൻ സൗകര്യങ്ങളില്ലാതെ വരുമ്പോഴും അവൾ കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ജെറമ്യ പറയും, അടച്ചിട്ടിരിക്കുന്ന ഒരു അഗ്നി എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയും എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. വചനമാകുന്ന അഗ്നി ജെറമ്യയുടെ ഉള്ളിൽ കത്തിയുന്ന അതുപോലൊരു കത്തൽ, അവനോട് വലിച്ചടിപ്പിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്ക് തരും. അതാണ് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും എന്ന് പറയുമ്പോൾ ഇനി എന്താ? ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ കൂടെ നടക്കുക, സ്ലീപ്പ് ടുഗദർ, അവൻ്റെ കൂടെ മനനം ചെയ്യുക, അവൻ്റെ കൂടെ ചിന്തിക്കുക. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അകന്നായിരിക്കില്ല, അടുത്തായിരിക്കും. ഇനി അങ്ങനെ അടുത്തിരിക്കുന്ന എന്നോട് സ്വർഗം മറ്റൊരു കാര്യം പറയുകയാണ്. അതാണ് അടുത്ത വചനം, പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ. ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പാണ്, 4-ാമത്തെ സ്റ്റെപ്പാണ്. ഒന്ന്, അവൻ്റെ മുമ്പിൽ എന്നെ തന്നെ എളിമപ്പെടുത്തണം. 2, ഞാൻ അവൻ്റെ കരങ്ങളുടെ കീഴിൽ നിൽക്കുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക, ചെറുത്ത് നിൽക്കുക. പിന്നെ എന്ത് ചെയ്യണം? 3-ാമത്തെ കാര്യം, ഞാൻ അവനോട് ചേർന്നിരിക്കണം. 4-ാമതായി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ക്ലീനപ്പ്. എൻ്റെ ജീവിതം മുഴുവൻ ശുദ്ധിയാക്കണം. പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ, സന്നിഗ്ധ മനസ്കരെ നിങ്ങൾ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ, ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെടുക, ശുദ്ധീകരിക്കപ്പെടുക, വിശുദ്ധിയിൽ വ്യാപരിക്കുക, നിർമ്മലത ഉള്ളവളായി മാറുക എന്ന് പറയുമ്പോൾ എൻ്റെ കരങ്ങൾ ഞാൻ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ബാഹ്യമായി ഒത്തിരി വലിയ പാപങ്ങളും ചെയ്യുന്നുണ്ടാവില്ല, അല്ലെ ആരെ അടിക്കുന്നില്ല, കൊല്ലുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ലായിരിക്കാം. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കാണും കുറേ കാര്യങ്ങൾ, അരിശം, ദേഷ്യം, ഇറിറ്റേഷൻ, അസൂയ, അഹങ്കാരം.
അപ്പോൾ എൻ്റെ ഹൃദയം, അതാണ് എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ ആറ്റിറ്റ്യൂഡുകളെ ഞാൻ ശുദ്ധീകരിക്കണം. എൻ്റെ ജീവിതം എവിടെയെങ്കിലും പാപത്തിൽ അറിഞ്ഞ് ഞാൻ ഇപ്പോഴും പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ തിരിച്ചറിയണം. അപ്പോൾ കർത്താവ് പറയാണ്, അങ്ങനെ നിന്നെ ക്ലീനപ്പ് ആക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. നിങ്ങൾ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. എന്നെ തന്നെ കഴുകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ദുഃഖിക്കുക, ഞാൻ എങ്ങനെയാണ് കരയുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിലുള്ള, എൻ്റെ മനസ്സിലുള്ള, എൻ്റെ ഹൃദയത്തിലുള്ള പാപങ്ങളെ കുമ്പസാരക്കൂട്ടിൽ ഞാൻ ഏറ്റുപറയുമ്പോൾ അവിടെ ഞാൻ വീഴ്ത്തുന്ന ഒരു തുള്ളി അനുതാപത്തിൻ്റെ കണ്ണുനീരാണ് ഈ കരച്ചിൽ. ഞാൻ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യും. അടുത്ത വചനം, നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായി മാറട്ടെ. അതിന് മറ്റൊരർത്ഥമാണ് സീരിയസ്. അനുതാപത്തെ, കുമ്പസാരത്തെ ഞാൻ കുറച്ച് ഗൗരവത്തോടെ കാണണം. എല്ലാം ഈസിയായി കണ്ടാൽ പോരാ, ഗൗരവത്തോടെ എനിക്ക് കാണാൻ പറ്റണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ കേരളത്തിന് വെളിയിലൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. അവിടെ ഒരു കുടുംബത്തിൽ ചെല്ലാനിടയായി. അവിടെ ചെന്നപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം കുമ്പസാരിക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങുകയാണ്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഓടിവാ സിസ്റ്ററെ, നമുക്ക് പോയി കുമ്പസാരിക്കാം. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ, കുറച്ച് നേരം ഒരുങ്ങേണ്ടതുണ്ട് എന്ന്. പെട്ടെന്ന് ആ വ്യക്തി എന്നോട് ചോദിച്ചു, ഇത്ര ഒരുങ്ങാൻ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ അവിടെ ചെല്ലും, അപ്പോൾ തന്നെ മുട്ടേ നിന്ന് 2 കാര്യം പറഞ്ഞ് തിരിച്ചു പോരും. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് അല്പനേരം സംസാരിച്ചു. നമ്മുടെ വാക്കുകളിൽ, ചിന്തകളിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ ഒക്കെ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും, കുഞ്ഞു പൊടികൾ പോലും ഏറ്റുപറഞ്ഞ് അതെല്ലാം കുമ്പസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കാണില്ലേ സിസ്റ്ററെ ഒരുപാട് പൊടികൾ, എന്നെയൊന്ന് സഹായിക്കുമോ? ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. രാവിലെ മുതൽ ഏകദേശം ഉച്ചവരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കിന്ന് കുമ്പസാരിക്കണ്ട, നമുക്ക് വൈകുന്നേരം രാത്രി പോകാം കുമ്പസാരിക്കാൻ. ഞാൻ ചോദിക്കാം, എനിക്കറിയാവുന്ന ഒരു അച്ഛനുണ്ട്. പെട്ടെന്നാണ് ജീവിതത്തെ സീരിയസ് ആയി എടുക്കുകയാണ്. അതുവരെ അതിനെ ലാഘവത്വത്തോടെ കണ്ടെങ്കിൽ പെട്ടെന്ന് സീരിയസ് ആയി. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ 8:30 ആകുമ്പോഴേക്കും പള്ളി വന്നേക്കണം. ഞങ്ങൾ 8:30 ചെല്ലുമ്പോൾ ആ വ്യക്തി 7 മണിക്ക് വന്നിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, 7 മണിക്ക് ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നെനിക്ക് ഏറ്റവും വലിയ കുമ്പസാരം നടത്തണം. സീരിയസ് ആയി ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ട് അതിനെ കഴുകാൻ പറ്റുമ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങും. അതുവരെ കിട്ടാത്ത അനുഗ്രഹങ്ങൾ ദൈവം ആ ജീവിതത്തിലേക്ക് കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, 10-ാമത്തെ വചനം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. താഴ്മയുള്ളവരായിരിക്കുവിൻ, കർത്താവ് നിങ്ങളെ ഉയർത്തും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിതത്തെ കഴുകി ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ കർത്താവ് താഴ്മപ്പെട്ട് നിന്ന എന്നെ കൃപയാൽ നിറച്ച് എന്നെ ഉയർത്താൻ തുടങ്ങും. അവൻ്റെ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം ഇട്ടുതരാൻ തുടങ്ങും. അതാണ് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. ഹോസിയ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നാം എങ്ങനെയാണ് ജീവിതത്തിൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കേണ്ടത് എന്ന്. അവിടെ അനുഗ്രഹം പ്രാപിക്കേണ്ട ചില മേഖലകൾ പ്രവാചകൻ എടുത്തു വയ്ക്കുമ്പോൾ ദൈവജനം പാപത്തിൽ നിന്ന് ഒത്തിരി പാപത്തിൽ മുഴുകപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ അവിടെ വചനം പറയാണ്, ആത്മാർത്ഥമല്ലാത്തൊരു അനുതാപം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവാചകങ്ങളുടെ കർത്താവ് പറയാണ്, അവർ പറയും, വരുവിൻ നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തും, അവിടുന്ന് നമ്മെ പ്രഹരിച്ചു. അത് വചനം പറഞ്ഞു. യാക്കോബ് 4:10 പറഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ആ ഉയർച്ച ഏതാണെന്ന് ഇവിടെ വചനം പറയുകയാണ്. അവർ പറയും, വരുവിൻ നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകാം. ക്ലീൻ ചെയ്തു, നിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത വചനമാണ്, അവിടുന്ന് നമ്മെ ചിന്തിക്കളഞ്ഞു. നമ്മൾ കരഞ്ഞു, നമ്മുടെ കരച്ചിൽ, അനുതാപത്തിൻ്റെ കണ്ണുനീര്. അപ്പോൾ
അവിടുന്ന് തന്നെ നമ്മെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രകരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വച്ച് കെട്ടും. ഹീലിംഗ്. എൻ്റെ ജീവിതത്തിൽ ഹീലിംഗ് കടന്നു വരികയാണ്. ഞാൻ അവൻ്റെ മുമ്പിൽ എന്നെ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ കർത്താവ് എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് എനിക്ക് ഈ ഉയർച്ച കിട്ടുന്നത് എന്ന് വചനം പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ സൗഖ്യം കിട്ടി. അടുത്ത വചനം, അവിടെ നമ്മുടെ മുറിവുകൾ വച്ച് കെട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിപ്പെട്ട അവസ്ഥയെ കർത്താവ് ഇങ്ങനെ കൂട്ടിച്ചേർത്തു. മുറിഞ്ഞതൊക്കെ ഈശോ കൂട്ടിച്ചേർത്തു. അതിനെയെല്ലാം ഉണക്കി തന്നു. മനസ്സിൻ്റെ മുറിവുകളെ ഹീൽ ചെയ്തു, സൗഖ്യം തന്നു. മുറിപ്പെട്ട അവസ്ഥകളെല്ലാം വെച്ച് കിട്ടി. എന്നിട്ടോ അടുത്ത വചനം പറയുകയാണ്, അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. എന്താണ് ഈ ജീവൻ? ജീവൻ തിരിച്ചു തരും എന്ന് പറയുമ്പോൾ എന്താണ് ജീവൻ? നിത്യജീവൻ. യോഹന്നാൻ 10:10 2 ഭാഗം വചനം പറയും, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അവർക്ക് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് വചനം പറയുമ്പോൾ നിത്യജീവിതത്തിലേക്ക് ഒരു വ്യക്തി ക്ലീനപ്പ് ചെയ്ത് അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, തന്നെ ശുദ്ധീകരിച്ച് നിൽക്കുമ്പോൾ ദൈവം ഉയർത്തു എന്ന് പറഞ്ഞല്ലോ. ആ ഉയർച്ചയെന്ന് പറയുന്നത് ഇതാണ്. നിൻ്റെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തി വച്ച് കെട്ടി കർത്താവ് നിന്നെ ഉയർത്താൻ തുടങ്ങി. അപ്പോൾ നിനക്ക് കിട്ടും നിത്യജീവൻ്റെ അനുഗ്രഹം. നിത്യജീവൻ്റെ അനുഗ്രഹം കർത്താവ് നിനക്ക് തരും. അടുത്ത വചനം, അവിടെ നമുക്ക് ജീവൻ തരും. 3-ാം ദിവസം അവിടെ നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ, അതാണ് സ്വർഗത്തിൽ വ്യാപരിക്കും. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് കർത്താവ് പറയുന്നത്. ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ മാറ്റുകയാണ്. ഇനി അടുത്ത വചനം, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അതുവരെ ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ ഏകാഗ്രതയില്ലാതെ നീ വ്യാപരിച്ചിരുന്നെങ്കിൽ നിന്നെ തന്നെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ കർത്താവ് നിനക്ക് വലിയ ഏകാഗ്രത തരികയാണ്. നിൻ്റെ ജീവിതത്തെ ഈശോ ഫാസ്റ്റായിട്ട് വളർത്താൻ പോവുകയാണ്. പ്രകാശം തരാൻ പോവുകയാണ്. നിനക്ക് വളരുന്ന അനുഭവം തരാൻ പോവുകയാണ്. കൃപയിലും ജ്ഞാനത്തിലും കർത്താവ് നിന്നെ വളർത്തും. എന്നിട്ട് അടുത്ത വചനം, നാം അവിടുത്തെ സന്നിധി ജീവിക്കേണ്ടതിന് കർത്താവിനെ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. അടുത്ത വചനം, എഫ്രായിം ഞാൻ നിന്നോട് എന്ത് ചെയ്യും? യൂദ ഞാൻ നിന്നോട് എന്ത് ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞു തുള്ളി പോലെയുമാണ്. ഈ ഒരു വചനം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കുമ്പസാരം നടത്തുമ്പോൾ, ഒരുപക്ഷെ സീരിയസ് ആയി ജീവിതത്തെ എടുത്ത് നമ്മൾ കുമ്പസാരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സ്നേഹം ഈശോയോടുള്ളത് പ്രഭാതമേഘം പോലെയാണ്, അല്ലെങ്കിൽ പ്രഭാതത്തിൽ വീഴുന്ന മഞ്ഞുതുള്ളി പോലെയാണ്. ആ പ്രഭാതമേഘവും പ്രഭാതത്തിലെ മഞ്ഞുതുള്ളിയും ഇത്തിരി നേരേ ഉള്ളൂ. അത് ഉച്ചയാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 10 മണിയാകുന്നതിന് മുമ്പ് തീർന്നു പോകും. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടെ നമ്മുടെ മേൽ വരും. അപ്പം മഴയെന്ന് പറയുമ്പോൾ ഒരു തുള്ളിയെ മഴയെന്ന് നമ്മൾ വിളിക്കില്ല, അത് മഴത്തുള്ളിയാണ്. മഴയെന്ന് പറഞ്ഞാൽ നിരന്തരം പെയ്തുകൊണ്ടിരിക്കുന്നതാണ് മഴ. അപ്പോൾ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി എന്ന് പറഞ്ഞാൽ കുറേ നാടുകളിലേക്ക് വസന്തവൃഷ്ടിയാണ്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം കുറയുന്നില്ല. ആ സ്നേഹം ഇങ്ങനെ ധാരധാരിയായി ഒഴുകും. അതാണ് യാക്കോബ് 4:6 വചനം പറഞ്ഞു, അവിടുന്ന് കൃപാവരം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വചനത്തിന് വലിയ അർത്ഥമുണ്ട്. കർത്താവിൻ്റെ സ്നേഹം മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുമ്പോൾ എൻ്റെ സ്നേഹം ഇള്ളോളേ ഉള്ളൂ. അത് പ്രഭാതമേഘം പോലെ, പ്രഭാതത്തിൽ വീഴുന്ന മഞ്ഞുതുള്ളി പോലെ വന്നു നിമിഷം കൊണ്ട് അസ്തമിച്ചു. നിമിഷ സ്നേഹമുള്ള എന്നെ, നിമിഷ നേരത്തെ സ്നേഹം മാത്രമുള്ള എന്നെ കർത്താവ് ക്ലീനപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവൻ ഉയർത്തുക എന്ന് പറയുമ്പോൾ അതാണ് വചനം, അവിടുത്തെ സന്നിധിയിൽ ഏകാഗ്രതയോടെ സ്ഥിരതയോടെ സ്വർഗത്തെ സ്നേഹിക്കാൻ സ്വർഗം എന്നെ സഹായിക്കും. എൻ്റെ ജീവിതത്തെ സ്വർഗം സഹായിക്കും. അടുത്ത വചനം, അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടിവീഴ്ത്തി, എൻ്റെ അതിരുകളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു. എൻ്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവ ജ്ഞാനമാണ് എനിക്കിഷ്ടം.
പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് എന്നെ ഉയർത്തുന്നത് ഏതവസ്ഥയിലേക്കെന്ന് ഇവിടെ വചനം പറഞ്ഞു വെച്ച്, സൗഖ്യവും ഹീലിങ്ങും വെച്ചുകെട്ടലും നിത്യമായ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരുക്കലും ഒക്കെ നടക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ സ്നേഹം അവിടുത്തോടുള്ളത് വലിയ അനുഗ്രഹത്തിൻ്റെ സമയമായി മാറണം. അത് വസന്തവൃഷ്ടി പോലെ അവിടുത്തെ സ്നേഹത്തിനൊത്ത വിധത്തിൽ അവിടുത്തെ സ്നേഹിക്കാൻ എനിക്ക് പറ്റണം. അവിടുത്തെ സ്നേഹത്തിനൊത്ത വിധത്തിൽ ഞാൻ അവിടുത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ നിറയാൻ തുടങ്ങും. ആ കർത്താവിൻ്റെ കൃപ നിറയാൻ അതെങ്ങനെ ചോദിച്ചു മേടിക്കണമെന്ന് ഹോസിയ 12-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്. അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു, കരഞ്ഞ് അവൻ്റെ അനുഗ്രഹം യാചിച്ചു. ബഥേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു. അപ്പോൾ പൊരുതൽ, അതുതന്നെയാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ പറഞ്ഞത്. ഫൈറ്റ്, യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്തു. അടുത്ത വചനം, കരഞ്ഞ് അവൻ്റെ അനുഗ്രഹം യാചിച്ചു. നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. അപ്പം കരയണം അവൻ്റെ മുമ്പിൽ. കുമ്പസാരക്കൂട്ടിൽ ഒന്ന് കരഞ്ഞ് ശുദ്ധിയാക്കണം, കരങ്ങൾ ശുചിയാക്കണം. സന്നിഗ്ധ മനസ്കരെ ഹൃദയം ശുചിയാക്കണം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പുറത്തേക്ക് വരുന്ന കണ്ണുനീർ തുള്ളികൾ. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് കർത്താവിൻ്റെ വചനം. നിങ്ങൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. എൻ്റെയും നിങ്ങളുടെയും മുറിവുകൾ വച്ചുകെട്ടി സൗഖ്യം നൽകി ഏകാഗ്രത ഹൃദയത്തോടെ മഴ പോലെ പെയ്തിറങ്ങുന്ന അവൻ്റെ സ്നേഹം തിരിച്ചു മഴ പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവിടത്തേക്ക് കൊടുക്കാൻ എന്നെ പ്രാപ്തമാക്കുന്ന ഒരു വലിയ സ്നേഹമുണ്ട്. അവനെ ദർശിക്കാനുള്ളൊരു കൃപ അവിടെയാണ് ദൈവം എനിക്ക് തരിക. അതിനുവേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ആത്മീയ മേഖലകളിൽ ഒരു വ്യക്തിയുടെ സായുജ്യമെന്ന് പറയുക സ്വർഗത്തെ ദർശിക്കുക എന്നതാണ്, സ്വർഗത്തോടൊപ്പം വ്യാപരിക്കുക എന്നതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ തന്നെ എളിമപ്പെടുത്തി നമ്മൾ പാപത്തോട് യുദ്ധം ചെയ്ത് കർത്താവിൻ്റെ കരങ്ങൾ കീഴിൽ നിന്ന് അവനോട് ചേർന്നിരുന്ന് നമ്മളെ തന്നെ ക്ലീനപ്പ് ചെയ്ത് അവൻ്റെ മുമ്പിൽ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിന്നാൽ കർത്താവ് നിത്യജീവിതത്തിൻ്റെ സ്നേഹം എനിക്ക് നിങ്ങൾക്കും തരും. ആ ഒരു കൃപ ഈശോയോട് ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ വലിയ കൃപയുടെ വാസം കർത്താവെ നീ ചൊരിയണേ. അവിടുന്ന് കൃപ ചൊരിയുന്നുവെന്ന് വചനം എന്നെ പഠിപ്പിക്കുന്നു. ആ ചൊരിയപ്പെടുന്ന കൃപയുടെ കീഴിൽ ഞാൻ നിൽക്കുമ്പോൾ ഈശോയെ എളിമയോടെ വ്യാപരിക്കാൻ, പാപത്തോട് യുദ്ധം ചെയ്ത് എന്നെ തന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ മഴ പോലെ പെയ്തിറങ്ങുന്ന വസന്തവൃഷ്ടി പോലെ ഭൂമിയെ നനയ്ക്കുന്ന ദൈവസ്നേഹം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മുറിവുകളുടെ മേഖലകളിലും കുറവുകളുടെ മേഖലകളിലും പെയ്തിറങ്ങി, പാപത്തിൻ്റെ മേഖലകളിൽ പെയ്തിറങ്ങി അനുതാപ കണ്ണുനീരോടെ കഴുകി ശുദ്ധമാക്കപ്പെട്ട് അങ്ങയുടെ സന്നിധിയിൽ അങ്ങയെ ദർശിക്കാൻ എനിക്ക് കൃപ തരണം കർത്താവെ. ആ മേഖലയിൽ ദൈവ സായുജ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.